ആഗോള അയ്യപ്പ സംഗമം തടയാനാകില്ലെന്ന് സുപ്രീം കോടതിയും പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി നിഷേധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന പല വിധത്തിലുള്ള ഹർജികൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇതേ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് എത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് സുപ്രീം കോടതിയുടെയും അനുമതി ലഭിക്കുന്നു. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെക്കുകയാണ്. ഏറ്റവും നിർണായകമായ നിമിഷം ആഗോള അയ്യപ്പ സംഗമം. നേരത്തെ തന്നെ ഹൈക്കോടതിയും ഈ വിഷയത്തിൽ നിരവധി കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ആ വിധി പുറപ്പെടുവിച്ചത്. ആഗോള അയ്യപ്പ സംഗമം അതിനെ തടയാനാകില്ല, അത്തരത്തിലൊരു നീക്കം, പിന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ, സ്വാഭാവികമായും ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ക്രമവിരുദ്ധമായി ഉണ്ടാകുന്നില്ല, ചട്ടവിരുദ്ധമായി ഇല്ല. ദേവസ്വം ബോർഡിന് അത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാം എന്നൊക്കെ തന്നെയാണ് ഇതേ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത്. ഇതൊക്കെ അംഗീകരിക്കുന്നതിലേക്കാണ് ഇപ്പോൾ സുപ്രീം കോടതിയും പോകുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് സുപ്രീം കോടതിയുടെ, രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ കൂടി അനുമതിയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ വിധി അനുമതിയോടൊപ്പം? അജിൻസാദ്, തീർച്ചയായും പമ്പയോടും അതോടൊപ്പം ഈ പെരിയാർ ടൈഗർ റിസർവ് മേഖലയിലാണ് ഇത്തരത്തിൽ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് എന്നൊരു വാദമായിരുന്നു ഹർജിക്കാർ പ്രധാനമായും മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഈ മേഖലയിൽ, അതായത് ഈ റിസർവ് മേഖലയിൽ നടത്തുന്നത് ഈ വന മേഖലകളും അതോടൊപ്പം വന നിയമങ്ങളൊക്കെ തന്നെയും ലംഘിക്കുന്നതിന് കാരണമാകും എന്നുള്ള കാര്യമായിരുന്നു ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയും അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവുകളും അതോടൊപ്പം ഉപാധികളും നടത്തിക്കൊണ്ട് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘം നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് സുപ്രീം കോടതിയും എത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ 20ഓളം വരുന്ന ഉപാധികളോട് കൂടി ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. കൃത്യമായിട്ട് അഥവാ പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഏറെ പ്രധാനപ്പെട്ടത്, ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ ഈ ഒരു കേസിൽ ഇനി ഇടപെടാനില്ല എന്നൊക്കെ സുപ്രീം കോടതി വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ആഗോള അയ്യപ്പ സംഗമം ഇനിയും കേരളത്തിൽ നടത്താമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വന നിയമങ്ങളുടെ ലംഘനവും അതോടൊപ്പം പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വാദങ്ങൾ ഉയർന്നു വരുന്നെങ്കിൽ പോലും അവ തള്ളുന്ന സമീപനമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായാലും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി ഈ കേസിൽ, അതായത് ഹൈക്കോടതി ഉത്തരവിൽ എതിരെ പറയാൻ അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും, കാരണം ഈ ഒരു കൂട്ടം ഹർജികളുടെ ഉദ്ദേശം തന്നെ കോടതിക്ക് പുറത്തേക്കെത്തിയാൽ രാഷ്ട്രീയമായി തന്നെ അതിൻ്റെ ഒരു സംഘപരിവാർ സ്വഭാവം, അതിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, ഇതൊക്കെ നമുക്ക് വായിച്ചെടുക്കാവുന്നതായിരുന്നു. മാത്രമല്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് പ്രകൃതിക്ക് പ്രശ്നമാണ്. കാരണം ലക്ഷക്കണക്കിന് പേരെത്തുന്ന അയ്യപ്പൻ്റെ പൂങ്കാവനം, അവിടെ 5000 പേരത്തിലധികം മാത്രം 5000 പേര് മാത്രം ചേരുന്ന ഒരു സംഗമത്തിന് എന്ത് പ്രകൃതി പ്രശ്നം ഉണ്ടാകാനാണ് എന്ന യുക്തി അടക്കം നേരത്തെ തന്നെ ചോദിച്ചതാണ്. ഇതൊക്കെ ഹൈക്കോടതിയിലും അംഗീകരിക്കപ്പെടുന്നു, ഇതാ സുപ്രീം കോടതിയും അത് അംഗീകരിക്കുന്നു എന്നതാണ് ഇതിൽ അടിവരയിടേണ്ട വസ്തുത. അപ്പോൾ ഈ ഹർജിക്കാരുടെ ഉദ്ദേശം കൂടിയാണ് അവിടെ പൊളിഞ്ഞു വീഴുന്നത്, അല്ലേ അബ്ദുൾ റഷീദ്? അജിൻഷാദ്, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ എതിർഭാഗം വാദിച്ചിരുന്ന സമാനമായിട്ടുള്ള വാദം തന്നെയാണെന്ന് സുപ്രീം കോടതിയിൽ നടന്നത്. പ്രത്യേകിച്ചും ഈ വനമേഖലയിലും അതോടൊപ്പം വന നിയമങ്ങൾ ലംഘിക്കപ്പെടുമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും സുപ്രീം കോടതിയിൽ ഹർജിക്കാർ വാദിച്ചത്. അസമയം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈക്കോടതി നേരത്തെ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേസുമായി ഈ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.